മലപ്പുറത്ത് 255 ബൂത്തുകളിലും തൃശൂരിൽ 62 ബൂത്തുകളിലുമായിരുന്നു യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ടത്. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനു പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം. വോട്ടിംഗ് യന്ത്രത്തിൽ മഷി ഒഴിക്കുകയും കടലാസ്, സെലോ ടേപ്പ് മുതലായവ പതിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതെന്നും കമ്മീഷൻ കണ്ടെത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. മലപ്പുറത്തെ 28 ബൂത്തുകളിലും തൃശൂരിലെ 4 ബൂത്തുകളിലും ഒഴികെ മറ്റെല്ലായിടത്തും മണിക്കൂറുകൾക്കകം വോട്ടിംഗ് യന്ത്രം മാറ്റിസ്ഥാപിച്ച് തെരഞ്ഞെടുപ്പ് പുനരാരംഭിച്ചു. എന്നാൽ വിഷയത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ എടുത്ത നടപടികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കളക്ടർ നൽകിയ ആദ്യ റിപ്പോർട്ട് തള്ളിയ കമ്മീഷൻ സംഭവത്തെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ജില്ലയിലെ 32 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കമ്മീഷൻ ഉടൻ തീരുമാനമെടുക്കും. ഇതിനിടയിൽ തൃശൂർ ജില്ലയിലെ 4 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന തൃശൂർ കളക്ടറുടെ ശുപാർശ കമ്മീഷൻ അംഗീകരിച്ചു. മലപ്പുറം, തൃശൂർ ജില്ലകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ തൃശൂർ റേഞ്ച് IG സുരേഷ് രാജ് പുരോഹിതിന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം.